Hello friends, welcome back. You can see today's title Budget Analysis. Second semester your core course or major course. Second semester നിങ്ങളുടെ പ്രധാനപ്പെട്ട കോഴ്സാണ്, കോർ കോഴ്സാണ്. വാട്ട് ഈസ് ദ ടൈറ്റിൽ? ബജറ്റ് അനാലിസിസ്. ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന യൂണിയൻ ബജറ്റ് ആസ് വെൽ ആസ് സ്റ്റേറ്റ് ബജറ്റ്, കേരള ബജറ്റ്. പത്രത്തിൽ ഒത്തിരി റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. പല സാധനങ്ങളുടെ വില കൂടും അല്ലെങ്കിൽ വില കുറയും. നമുക്ക് ആശ്വാസമുള്ള ഒരുപാട് സ്കീംസ് കേൾക്കാറുണ്ട്, ഒത്തിരി പ്രോഗ്രാംസ് കാണാറുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം 5 മൊഡ്യൂളുണ്ട്. 4 മൊഡ്യൂളാണ് നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ്റെ പാർട്ട്, അഥവാ 70 മാർക്ക്, 70 മാർക്സ്. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂൾ ഉണ്ട്, ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ. നമുക്ക് ഇന്റേണൽ അസസ്മെന്റ് ഉണ്ട് അല്ലെ, 30 മാർക്ക്. അതിൽ 10 മാർക്ക് നിങ്ങൾക്ക് വരുന്നത് ഏതിലാണ്? ഓപ്പൺ എൻഡഡ് മൊഡ്യൂളാണ്. റൈറ്റ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബജറ്റ് അനാലിസിസിന്റെ സിലബസ് ആണ്. നിങ്ങൾ ഈ വിഷയം എങ്ങനെ കേൾക്കുമ്പോൾ ടഫാണോ, വളരെ കോംപ്ലിക്കേറ്റഡ് ആണോ, ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവുമോ, തിയറി ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. ബട്ട് ബിലീവ് മീ, വെരി സിമ്പിൾ സബ്ജക്റ്റ് ആൻഡ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്. ഓക്കെ, 4 പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്താണ് 4 മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ചെയിൻ ബേസ്ഡ് അനാലിസിസ് ആണ്, അഥവാ ഓരോ മൊഡ്യൂളും കണക്റ്റഡ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ ബാലൻസ് ആയിരിക്കും എന്ത് സെക്കൻഡ് മൊഡ്യൂൾ വരിക, അതുപോലെ തേർഡ് മൊഡ്യൂൾ, ദെൻ തേർഡ് മൊഡ്യൂളിന്റെ ഒരു കണ്ണിയായിട്ടാണ് എന്ത് വരുന്നത് ഫോർത്ത് മൊഡ്യൂൾ. ഓക്കെ, തിയറി ഇല്ല, അതുപോലെ ഒത്തിരി കൺസെപ്റ്റ് കാര്യങ്ങളില്ല. അത്യാവശ്യം കൺസെപ്റ്റ് വരുന്നുണ്ട്, റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതുപോലെ ഒത്തിരി കമ്മിറ്റീസ്, ഫൈനാൻസ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഓക്കെ, സിമിലർലി സം അക്കൗണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, പബ്ലിക് അക്കൗണ്ട്, കണ്ടിൻജൻസി ഫണ്ട്. ഓക്കെ, നീതി ആയോഗിന്റെ റോൾ എന്താ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ ബജറ്റ് സർക്കുലർ. ഓക്കെ, ബജറ്റ് ഡോക്യുമെന്റ്സ്, ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന കുറച്ച് ആർട്ടിക്കിൾസ്. ഫോർ എക്സാമ്പിൾ, ഫൈനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 280, യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 112, സ്റ്റേറ്റും ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 202. ഇങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെമ്മറിയിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്താണ് ഒരു സീക്വൻസ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റൈറ്റ്. പക്ഷെ വളരെ ലാഘവത്തോടു കൂടി കാണേണ്ട, അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഈ മൊഡ്യൂളിൽ ഞാൻ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബജറ്റ് അനാലിസിസ് നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് എക്സാമ്പിൾസ് അടക്കം വളരെ സിമ്പിളായിട്ട്, ചില കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെറിയ ചാർട്ടൊക്കെ വരച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില മൊഡ്യൂളിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞ കാര്യം തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും വരുന്നുണ്ട്. അവിടെ ഞാൻ അത് വളരെ ബ്രീഫായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റെഫർ ടു പ്രീവിയസ് മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്രദമാകും. കാരണം നിങ്ങൾക്ക് എക്സാമിന് മാക്സിമം മാർക്ക് കിട്ടുന്ന രീതിയിലും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കം ടു അവർ ടോപ്പിക്. As a part of syllabus point of view, we need to understand there are 5 modules. Okay, the first module that is related to introduction to the budget. Okay, what is the title? Introduction to the budget. Budget എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബജറ്റ് represents expenditure and income or revenues of the government. ഓക്കെ, ഒരു ഗവൺമെന്റ് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏതെല്ലാം മേഖലകളിൽ നിന്ന് വരുമാനം ആർജിക്കുന്നു, മീൻസ് മൊബിലൈസ് ചെയ്യുന്നു, അതുപോലെ ഏതെല്ലാം മേഖലയിൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നു, ഒരു ഗവൺമെന്റിന്റെ വിഷൻ, അതുപോലെ ഗവൺമെന്റിന്റെ സ്കീംസ്, അതുപോലെ അതിന്റെ സ്ട്രക്ചർ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ ഫിസിക്കൽ പോളിസി, ദാറ്റ് ഇസ് ബജറ്റ്. ഓക്കെ, അത് കേന്ദ്ര ഗവൺമെന്റ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ പറയും എന്താണ് യൂണിയൻ ബജറ്റ്. ഇപ്പൊ നിർമ്മല സീതാരാമൻ പ്രസന്റ് ചെയ്ത നമുക്കറിയാം യൂണിയൻ ബജറ്റ്. അതേപോലെ ഓരോ സംസ്ഥാന ഗവൺമെന്റും എന്ത് ചെയ്യണം, അവരുടെ സ്റ്റേറ്റ് ബജറ്റ് പ്രസന്റ് ചെയ്യണം, ദാറ്റ് ഇസ് സ്റ്റേറ്റ് ബജറ്റ്. ഫോർ എക്സാമ്പിൾ കേരള സ്റ്റേറ്റ് ബജറ്റ്. റൈറ്റ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. വാട്ട് ഈസ് ബജറ്റ്? നമ്മുടെ ഭരണഘടനയിൽ ബജറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും കൊടുത്തിട്ടില്ല. അതിന് പകരം എന്താ ഉപയോഗിച്ചത്? ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 112.
ഓക്കെ, ഒരു ബജറ്റിന്റെ മീനിങ്, അതേപോലെ 4 പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്, ഇൻട്രൊഡക്ഷൻ ടു ദ ബജറ്റ് എന്ന് പറയുമ്പോൾ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മേജർ കോഴ്സ് ആണ്, നമ്മുടെ ആ സിലബസ് ഒരു ഔട്ട്ലൈൻ ആണ്, അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, അതേപോലെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഇപ്പം നിലവിൽ ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന ഈ പെർസ്പെക്റ്റീവിൽ പറയാൻ ആഗ്രഹിക്കുന്നു, യു മസ്റ്റ് റെഫർ ടു യൂണിയൻ ബജറ്റ് 2024-25. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ബജറ്റ് എടുത്ത് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അതിലെന്താണ് 3 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് കാണാറ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ്. ഓക്കെ, എക്സ്പെക്റ്റഡ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഓർ ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് എക്സെട്ര എക്സെട്ര. 3 വർഷം എന്ന് പറയുമ്പോൾ ഒരു ബജറ്റിൽ എന്താണ് കറന്റ് ഇയർ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് കമ്മിങ് ഇയർ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സിമിലർലി പ്രീവിയസ് ഇയർ. ഓക്കെ, അതുപോലെ ഒരു ബജറ്റിൽ 4 ഫിഗേഴ്സ് ഉണ്ട്, 4 കണക്കുകൾ ഉണ്ടാവുന്ന പറയാം. ദർ ആർ 4 ഫിഗേഴ്സ്, ദാറ്റ് ഈസ് 1 ഫിഗർ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രീവിയസ് ഇയർ, ആക്ച്വൽ ഫിഗർ. സിമിലർലി കറന്റ് ഇയറിൽ എന്തുണ്ടാവും, ബജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവും, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. കമ്മിങ് ഇയറിൽ എന്തായിരിക്കും, ബജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ഫുള്ള് വളരെ സിമ്പിൾ ആയിട്ട് ലൂസിഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോ ഭാഗവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് യൂട്യൂബ് വിസിറ്റ് ചെയ്യാം. അതുപോലെ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, ബജറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. റിലേറ്റഡ് വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ആദ്യം എന്താണ് ബജറ്റിന്റെ മീനിങ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഗോള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അതുപോലെ 4 പ്രധാനപ്പെട്ട ഏരിയാസ് ബജറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, നമുക്കറിയാം 2017 മുമ്പ് റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് റെയിൽവേ ബജറ്റ് ഏതിൽ മെർജ് ചെയ്തു, ജനറൽ ബജറ്റ്. ഇപ്പം നമുക്ക് ഒറ്റ ബജറ്റേ ഉള്ളൂ. ഓക്കെ, സിമിലർലി ഫീച്ചേഴ്സ് ഓഫ് ബജറ്റ്, വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. ദെൻ സ്കോപ്പ് ഓഫ് ബജറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ബജറ്റ് ഡോക്യുമെന്റ്സ്. ഓക്കെ, ബജറ്റുമായി ബന്ധപ്പെട്ട ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. റൈറ്റ്, അപ്പൊ ഇങ്ങനെ ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട ഏരിയാസ് വരുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. കുഞ്ഞു മൊഡ്യൂളാണെന്ന് വിചാരിക്കണം, കുറച്ച് ഏരിയ ഒക്കെ കവർ ചെയ്യണം. കാരണം ബജറ്റ് ഡോക്യുമെന്റ്സ് തന്നെ ഒരു 12ഓളം ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. റൈറ്റ്, അതിന്റെ A to Z അനാലിസിസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു എസ്സേ ടോപ്പിക് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് റിവ്യൂ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ലാസ്റ്റ് 2 മോഡൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫൈനൽ എക്സാമിനും പ്രതീക്ഷിക്കാൻ പറ്റും. റൈറ്റ്, സെക്കൻഡ് മൊഡ്യൂളിന്റെ ടൈറ്റിൽ എന്താണ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 22 യൂണിറ്റ്സ് ആണ് ഈ 4 മൊഡ്യൂൾ വരുന്നത് കേട്ടോ, 22 പാർട്ടുകൾ. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യണം. ഓക്കെ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, കാരണം ബജറ്റിന്റെ കാര്യങ്ങൾ പഠിച്ചു, അതിന്റെ ഫീച്ചേഴ്സ്, സ്കോപ്പ്, ബജറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ പഠിച്ചു. ഇനി ആ ബജറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, നമ്മളിങ്ങനെ പത്രത്തിൽ കാണുന്ന ഒരു രൂപയിൽ, കാരണം റവന്യൂ വരുന്നത് ഇങ്ങനെ, റവന്യൂ ലഭിച്ചത് ഈ രീതിയിൽ എക്സ്പെൻഡിച്ചർ പോകുന്നു, ഇത്ര കടമെടുക്കും, ഇത്ര കാര്യങ്ങളുണ്ട്. ഇതിന്റെ പിറകിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിന്റെ അഹോരാത്രമുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ബജറ്റ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും. അവിടെ എന്തുണ്ട്, നമുക്കറിയാം ഫൈനാൻസ് മിനിസ്ട്രി ഉണ്ട്. ഓക്കെ, അതേപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ബജറ്റ് ഡിവിഷൻ ഉണ്ട്, അതിന്റെ കോർ പാർട്ടാണ്. ഓക്കെ, ബജറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അതേപോലെ ആളുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് വരുന്നത്, ഒരു ബജറ്റ് വരുന്നത്. യൂണിയൻ ബജറ്റ് ഒക്കെ പ്രസന്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പ് എന്തായിരിക്കും എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്യും. അതുപോലെ ഹൽവ സെറമണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ സെക്കൻഡ് മൊഡ്യൂളിലും കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് വരുന്നുണ്ട്. ഞാൻ സ്ലൈഡ് കാണിച്ചു തരുന്നുണ്ട്, അതിന്റെ സിലബസ് കറക്റ്റ് നോക്കുക. ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ലെങ്ത് കൂടും. ഞാൻ വളരെ ബ്രീഫ് ആയിട്ടാണ് പറയുന്നത്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ലെജിസ്ലേച്ചറിന്റെ റോൾ, ദാറ്റ് ഈസ് റോൾ ഓഫ് ലെജിസ്ലേച്ചർ. ഇപ്പൊ നമുക്കറിയാം പാർലമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും, പാർലമെന്റിന് ലോകസഭ, രാജ്യസഭ, അതേപോലെ പ്രസിഡന്റ്. ഓക്കെ, ഈ 3 പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ കൂടിയതാണ് പാർലമെന്റ്. അപ്പം നിയമനിർമ്മാണ കാര്യങ്ങൾ മേഖലയ്ക്ക് ബന്ധപ്പെട്ട ലെജിസ്ലേച്ചർ. അതേപോലെ റോൾ ഓഫ് എക്സിക്യൂട്ടീവ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ബജറ്റ് ഡിവിഷൻ, അതുപോലെ എക്സ്പെൻഡിച്ചറിന്റെ പാർട്ട്, റെസിപ്റ്റിന്റെ പാർട്ട്, ദെൻ ബജറ്റ് സർക്കുലർ, ബജറ്റുമായി ബന്ധപ്പെട്ട അതിന്റെ ടൈം ലൈൻസ്, അതിന്റെ ഏതെല്ലാം രീതിയിൽ സബ്മിറ്റ് ചെയ്യണം, ഓൺലൈനായിട്ട് ഏത് രീതിയിൽ സബ്മിറ്റ് ചെയ്യണം, അതിന്റെ ആപ്പ്, ഒരുപാട് കാര്യങ്ങൾ, അത് ബജറ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷന്. ഓക്കെ, ദെൻ സിമിലർലി ബജറ്റ് പ്രസന്റേഷൻ ആൻഡ് ബിൽസ്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്.
ബജറ്റ് പ്രസന്റേഷൻ ആൻഡ് ബിൽസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരാം? മണി ബിൽ. ബട്ട് ഹിയർ ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് അപ്രോപ്രിയേഷൻ ബിൽ, സിമിലർലി ഫൈനാൻസ് ബിൽ. Then what is the difference? Okay, we needed to discuss all these things. Similarly, general discussions. Okay, ബജറ്റുമായി ബന്ധപ്പെട്ട ലോകസഭ, രാജ്യസഭ, അതിൽ നടക്കുന്ന ഡിസ്കഷൻസ്, സ്റ്റേറ്റ് ബജറ്റാണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഈ രീതിയിൽ വരുന്ന ഡിസ്കഷൻസ്, ദെൻ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ കട്ട് മോഷൻസ്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. For example, policy cut motion, then economy cut motion, similarly token cut motions. Okay, ഇങ്ങനെ വരുന്ന കൺസെപ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഗള്ളറ്റിൻ ഇങ്ങനെ ഒത്തിരി ഏരിയ വരുന്നുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് അണ്ടർ സെക്കൻഡ് മൊഡ്യൂൾ, വിച്ച് ഇൻക്ലൂഡ് CGA, that is Controller General of Accounts. Similarly, നീതി ആയോഗ്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് വന്നതാണ് എന്ത്? നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിന്റെ റോൾ എന്താ ബജറ്റുമായി ബന്ധപ്പെട്ട്? ദെൻ FC എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൈനാൻസ് കമ്മീഷൻ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ആർട്ടിക്കിൾ 280. ഓക്കെ, ആർട്ടിക്കിൾ 280 പ്രകാരം പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ് എന്ത്? യൂണിയൻ ഫൈനാൻസ് കമ്മീഷൻ. ഇപ്പൊ നിലവിൽ 16th ഫൈനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അരവിന്ദ് പനഗാരിയ. ഓക്കെ, അവരാണ് അതിന്റെ ചെയർമാന്. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമിലർലി RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെ. നേരത്തെ RBI മോണിറ്ററി പോളിസി വിങ്ങിന്റെ ഹെഡാണ്. ബട്ട് RBI ഈസ് ഓൾസോ ആക്ടിങ് ആസ് ബാങ്കർ ടു ദ ഗവൺമെന്റ്, fiscal agent of the government and advisor to the government. This is also very important. RBI is playing a decisive role in the case of budget analysis or budget making process, etc. Okay, then RBI in the role and similarly CAG, this is also very important, Controller and Auditor General of India, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഓഡിറ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്, ഒരുപാട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന മേഖലയിൽ ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഫൈനാൻസ് കമ്മിറ്റീസ് വരുന്നുണ്ട്, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, ഇങ്ങനെ ബന്ധപ്പെട്ട കമ്മിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് മൊഡ്യൂൾ, കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഉണ്ട്, അവിടെ ലെജിസ്ലേച്ചർ, പ്രസിഡന്റ്, അതേപോലെ ക്യാബിനറ്റ്, ഫൈനാൻസ് മിനിസ്ട്രി, ജനറൽ ഡിസ്കഷൻസ്, ഇങ്ങനെ ഒരുപാട് സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, ബജറ്റ് എന്ന് പറയുന്ന ഏരിയ നമുക്കറിയാം ഫിസ്ക്കൽ പോളിസിന്റെ പാർട്ടാണ്. അതേപോലെ ബജറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ഫിസ്ക്കൽ എക്കണോമിക്സ് ഓർ പബ്ലിക് ഫൈനാൻസ്. ഓക്കെ, പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ മനോഹരമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിൽ ഇവിടെ ഒരു തിയറിയോ അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ മാത്തമാറ്റിക്സോ ഡയഗ്രമാറ്റിക് അനാലിസിസോ ഒന്നും പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി കൺസെപ്റ്റൊക്കെ ചെറിയ ചാർട്ടൊക്കെ ഞാൻ സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ബട്ട് ഒരുപാട് ഓർത്തു വെക്കാനുള്ള കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഒരു ബജറ്റ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത്, അത് ഫൈനാൻസ് ബില്ല്, അപ്രോപ്രിയേഷൻ ബില്ല്, ഓക്കെ, അതിൽ വരുന്ന റെസിപ്റ്റ്സ്, എക്സ്പെൻഡിച്ചർ, ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതാണ് ഈ 4 മൊഡ്യൂൾ ഇന്റർ കണക്റ്റഡ് ആണ്. നിങ്ങൾ അത് എൻജോയ് ചെയ്ത് പഠിക്കണം. ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയേണ്ടി വരും, റിപ്പീറ്റേഷൻ ഒക്കെ വരും, കാരണം അതിന്റെ പാർട്ടാണ്. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾസ്, ഇല്ലസ്ട്രേഷൻസ് നോക്കുക, ലേറ്റസ്റ്റ് ബജറ്റ് ഡോക്യുമെന്റ് എടുത്തുനിന്ന് വായിക്കുക. ഓക്കെ, ഫൈനാൻസ് മിനിസ്റ്ററിന്റെ ബജറ്റ് സ്പീച്ച് എടുക്കുക, ബജറ്റ് മാനുവൽ നിങ്ങൾക്ക് സിലബസിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബജറ്റ് മാനുവൽ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഞാൻ ബജറ്റ് മാനുവൽ മാക്സിമം റെഫർ ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് അതിലുള്ള ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്ത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട്, മെയിൻ ബോഡി, കൺക്ലൂഷൻ, ഈ രീതിയിലാണ് പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, now we can just discuss the third module, that is budget process. ഓക്കെ, ബജറ്റിന്റെ പ്രക്രിയ രീതിയിൽ അവിടെയാണ് ബജറ്റ് സർക്കുലർ. ആ സർക്കുലറിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് അപ്ലോഡ് ചെയ്യണം, അവരുടെ ഡോക്യുമെന്റ്സ് എന്തായിരിക്കണം, ഡാറ്റ എങ്ങനെ ആയിരിക്കണം, ഓരോ ടൈം ലൈന് കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ എസ്റ്റിമേറ്റ്സ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഞാൻ പറഞ്ഞു ബജറ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ആ ബജറ്റിൽ 2 പ്രധാനപ്പെട്ട അക്കൗണ്ട് ആണ് വരുന്നത്. ഫസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റവന്യൂ അക്കൗണ്ട് ആണ്. ഓക്കെ, അഥവാ റവന്യൂ ബജറ്റ്. സിമിലർലി രണ്ടാമത്തെ അക്കൗണ്ട് ആണെന്ത്? ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ ബജറ്റ്. ഓക്കെ, ഈ റവന്യൂ അക്കൗണ്ടിൽ എന്ത് വരുന്നുണ്ടാവും? റവന്യൂ റെസിപ്റ്റ്സ് വരും, അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ വരും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സിമിലർ ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. ഓക്കെ,
ദെൻ അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഞാൻ ഇതിന്റെ ഒക്കെ ഇല്ലസ്ട്രേഷൻ എടുത്ത് ബജറ്റ് മാനുവൽ അതേപോലെ ലേറ്റസ്റ്റ് ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് ടേബിൾ റെപ്രസെന്റേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സിമിലർലി പ്രൊവിഷൻസ് ഫോർ NER, വാട്ട് ഈസ് ഇറ്റ്? നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആൻഡ് സിക്കിം. ഓക്കെ, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള സ്റ്റേറ്റ്സ് അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉണ്ട്, ബാക്ക്വേർഡ് ഏരിയാസ് ആണ്, ഹില്ലി ഏരിയാസ് ആണ്. അത് നമ്മുടെ മെയിൻ സ്ട്രീമുമായിട്ട് കണക്ട് ചെയ്യാനും we actually trying to ensure inclusive development. This is very important. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ സിക്കിം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്സിന് പ്രൊവിഷൻസ് ഉണ്ട്, അതിന്റെ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, ഓക്കെ, കമ്പൽസറി കോൺട്രിബ്യൂഷൻസ് ഏതെല്ലാം രീതിയിൽ. സിമിലർലി അലോക്കേഷൻസ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് സബ് കോമ്പണൻസ്, അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ. സിമിലർലി തേർഡ് മൊഡ്യൂളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് FRBM ആക്ട്. വാട്ട് ഈസ് ഇറ്റ്? ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് SAO അല്ലെങ്കിൽ 6 മാർക്കിനുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ തേർഡ് മൊഡ്യൂളും അത്യാവശ്യം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വളരെ ബ്രീഫായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം അതിൻ്റെ ഹോൾ സിലബസ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ദെൻ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എക്സാമിനേഷന് നിങ്ങൾക്ക് വരുന്ന 4ാമത്തെ മൊഡ്യൂൾ, ദാറ്റ് ഈസ് ബജറ്റ് ഫൈനലൈസേഷൻ. ഓക്കെ, ബജറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാണ്, ഫിനിഷ് ചെയ്യാണ്, ഫൈനലൈസ് ചെയ്യാണ്. ഹിയർ ടൈം ലൈൻസ് ഫോർ ബജറ്റ് ആക്ടിവിറ്റീസ്, സ്ക്രൂട്ടിനി ഓഫ് SBE. ഓക്കെ, ബജറ്റ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട അതിന്റെ സ്ക്രൂട്ടിനി, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബജറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഓർ ബജറ്റ് റിലേറ്റഡ് വരുന്ന സംഭവങ്ങളൊക്കെ അതിന്റെ സ്ക്രൂട്ടിനി ചെയ്യുന്നത്. അതുപോലെ ഔട്ട്കം ബജറ്റ്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഔട്ട്കം ബജറ്റ് ഓർ ഔട്ട്പുട്ട് ഔട്ട്കം മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക്, OOMF, ഔട്ട്കം ബജറ്റുമായി ബന്ധപ്പെട്ട ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ബജറ്റ് ഇൻ പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പ്രസിഡന്റ് ഉണ്ട്, ലോകസഭ ഉണ്ട്, രാജ്യസഭ ഉണ്ട്. അപ്പൊ ഏതെല്ലാം ഡോക്യുമെന്റ്സ് ലോകസഭയിൽ സബ്മിറ്റ് ചെയ്യണം? വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് ദാറ്റ് മസ്റ്റ് ബി സബ്മിറ്റഡ് ടു രാജ്യസഭ? ഓക്കെ, ലോകസഭയിൽ നമുക്ക് സ്പീക്കർ ഉണ്ടാവും, അതേപോലെ രാജ്യസഭ അവിടെ വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. ദെൻ ഇവിടെ ലോകസഭയിൽ നമുക്കറിയാം സ്പീക്കർ, അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓപ്പോസിഷൻ പാർട്ടീസ്, ഫൈനാൻസ് മിനിസ്റ്റർ ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്, അതിന്റെ ബന്ധപ്പെട്ട ജനറൽ ഡിസ്കഷൻസ്, ഡിമാൻഡ് ഫോർ ഗ്രാൻസ് നടക്കുന്നത്, ദെൻ അപ്രോപ്രിയേഷൻ ബില്ല്, ഫൈനാൻസ് ബില്ല്, ഇങ്ങനെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബ്രീഫ് അപ്പ് ആണ് എന്ത് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റിന്റെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് നിങ്ങൾക്ക് എന്താണ് 4ാമത്തെ മൊഡ്യൂളോട് കൂടി കിട്ടും. ദാറ്റ് ഈസ് ബജറ്റ് ഇൻ പാർലമെന്റ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്രയും ഏരിയാസ് ആണ് ഫോർത്ത് മൊഡ്യൂൾ വരുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ ആണെന്ത് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾ സെമിനാർ, അതേപോലെ അസൈൻമെന്റ്, വേണ്ടപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ടെസ്റ്റിനൊക്കെ എന്ത് ചെയ്യണം, ഈ മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബ്രീഫ് അപ്പ് നൽകിയിട്ടുണ്ട് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ. ഞാനതിൽ ഒരു മൊഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സ്റ്റഡി മെറ്റീരിയൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹെൽത്ത് കെയർ സെക്ടർ, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് ബജറ്റിൽ അതിൻ്റെ അലോക്കേഷൻസ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഫണ്ട് എത്ര നൽകിയിട്ടുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് നൽകിയിട്ടുണ്ട്, അഗ്രികൾച്ചർ ക്രെഡിറ്റ്. ഓക്കെ, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ സെക്ടർ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ 5th മൊഡ്യൂൾ എന്താണ്, നിങ്ങളുടെ ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ മൊഡ്യൂൾ റെഫർ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബജറ്റ് അനാലിസിസുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇതൊരു സിലബസ് ഡിസ്കഷനാണ്. കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാനും സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയാലേ നമുക്ക് ഫർദർ സ്റ്റഡീസും അതുപോലെ റെഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പത്രം നല്ല വായിക്കുക, പുതിയ ബജറ്റ് വരുന്ന ബജറ്റ് ഡോക്യുമെന്റ്സും ഫൈനാൻസ് മിനിസ്റ്റർ സ്പീച്ചും കാര്യങ്ങളൊക്കെ വായിക്കുക. അതേപോലെ ഞാൻ മെൻഷൻ ചെയ്ത സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. നിങ്ങൾക്കത് കളക്ട് ചെയ്യാം, റെഫർ ചെയ്യാം. റൈറ്റ്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതുപോലെ ബജറ്റിന്റെ തുടക്കം മുതൽ അവസാനം വരെ അത് ഫ്രെയിം ചെയ്യുന്നത് നല്ല ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് കോളേജിലൊക്കെ എന്താണ് ഒരു മോക്ക് പാർലമെന്റ് സംഘടിപ്പിക്കുക. അതിൽ ബജറ്റൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യുക, ഡിസ്കഷൻ നടത്തുക, ഫൈനാൻസ് ബില്ല്, അപ്രോപ്രിയേഷൻ ബില്ല്, ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ഇന്ററിം ബജറ്റ്, വോട്ട് ഓൺ അക്കൗണ്ട്, ഫുൾ ബജറ്റ്, ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. റവന്യൂ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, റെസിപ്റ്റ്സ്, എക്സ്പെൻഡിച്ചർ,
ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി മുന്നോട്ട് പോകാൻ പറ്റും. സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. റെഫറൻസ് ഞാൻ പറഞ്ഞു, ബജറ്റ് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പൊ നല്ല ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുക, സമ്മറി നോട്ട്സ് ഉണ്ടാക്കുക, റിവിഷൻ നടത്തുക. ഓക്കെ, വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ.